so long. We've been waiting for this time to begin. We ain't getting any. ഹലോ ഗൈസ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കുറേ ആയിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഒരു ലൈക്ക് അങ്ങനെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് മാത്രമുള്ള കണ്ടൻസ് ഒന്നും എൻ്റെ ലൈഫിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് കുറച്ച് നല്ല ക്ലിപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഷോർട്സ് എഡിറ്റ് ചെയ്യാനായിട്ട് നല്ല ഒരു ഈസിയാണ്. ഈ ലോങ് വീഡിയോ നമ്മൾ ഒരുപാട് എഡിറ്റും ചെയ്യും, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള വ്യൂസും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം നമുക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇത് ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ 2026 സ്റ്റാർട്ട് ചെയ്യാറായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും 2025 എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ 2025 എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ല വർഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടി പഠിച്ച ഒരു വർഷമാണ് 2025. ലൈക്ക് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും, പിന്നെ മെറ്റേണിറ്റി ലീവിന് ശേഷം ഞാൻ വീണ്ടും ജോബിന് കയറിയ ഒരു വർഷമാണ് 2025. പിന്നെ നമ്മുടെ ബേബി ജനിച്ച വർഷമാണ് 2025. നമ്മളുടെ ബേബി ജനിച്ചത് 2025 Jan 30th ബേബി ജനിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ ചികിടാസൊക്കെ നടന്നിട്ടുള്ള വർഷങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ കുറേ കാര്യങ്ങൾ പുറത്ത് തിരിച്ചറിഞ്ഞ വർഷങ്ങൾ, കുറേ ആളുകളുടെ ഫേസസ് നമ്മൾ മനസ്സിലാക്കിയ വർഷങ്ങൾ, അങ്ങനെ പോകുന്നൊരു വർഷമാണ് 2025. പിന്നെ എത്ര പെട്ടെന്നല്ല ഈ വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോണത്. നമുക്ക് ഒരു 2000 വന്നതൊക്കെ ഓർമ്മയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും വർഷങ്ങൾ പെട്ടെന്ന് പോയി. അപ്പോൾ ഇപ്പോൾ ബേബി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോഴാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ എത്തിയിട്ടോ. ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മളിപ്പം ബോട്ടിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഈ ക്ലിപ്സൊക്കെ നമ്മളുടെ അയാൻ ബേബി എടുത്ത ക്ലിപ്സാണ്. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇത് നമ്മളുടെ സർക്കാരിൻ്റെ വകയായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ലൈക്ക് രാവിലെ ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 4 മണി വരെ ഉള്ള ഒരു ബോട്ട് യാത്രയാണിത്. ഇത് നേരത്തെ കൂട്ടി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഈ സെക്കൻഡീസ് ഒന്നും ചെയ്തത് ഞാനല്ല, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. സോ നമ്മളങ്ങനെ ബോട്ടിലെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ കുറേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പം ഇത് നല്ല നമ്മൾ ഈ ഒരു ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് തന്നെ കുറേ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. ആൻഡ് നമ്മളുടെ എന്ന് പറയുന്നത് ഒരു ഡബിൾ ഡെക്കർ ബോട്ടാണ്. അതിൽ നിയർലി 40ഓളം ആളുകളുണ്ട്. അപ്പം അവർ ൻ്റെ വകയായിട്ട് നമുക്ക് പോകുന്ന സ്ഥലത്തിനെക്കുറിച്ചുള്ള കുറച്ച് വിശദീകരണങ്ങളൊക്കെ തരും. പിന്നെ അതിന് ശേഷം നമുക്ക് കുടുംബശ്രീൻ്റെ വകയായിട്ടുള്ള ഫുഡുണ്ട്. പിന്നെ ഇവർ പാട്ട് വയ്ക്കും, ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഇപ്രാവശ്യത്തെ ബോട്ട് യാത്ര. സോ എനിക്ക് നമ്മുടെ കൊച്ചിയിൽ പോയ സമയത്ത് ഞാൻ കൊച്ചിയിൽ ഇതുപോലെ നമ്മളൊരു ബോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഏകദേശം ഒരു സെയിം വൈബൊക്കെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ബോട്ടിലൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് 4 മണി വരെ ബോട്ടിൽ ഇരിക്കുന്നതിനോട് അത്ര വലിയൊരു ഇത് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ നല്ലോണം കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി നിന്ന് പിന്നെ കുറച്ച് നേരം നല്ല രസമുണ്ട്. മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരു വ്യൂ നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മൾ പോയ ബോട്ടിൽ തന്നെ മേഘാലയയിലത്തെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് മാസ്റ്റേഴ്സൊക്കെ പഠിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സോ അവർക്കൊക്കെ ലൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകുന്നത്. സോ ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിഷ്ടമായി ബോട്ട് യാത്രയൊക്കെ. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോ നമ്മളുടെ ബേബിനെയും കൊണ്ടുള്ള ഫസ്റ്റ് ലോങ് ട്രിപ്പാണത്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേലും കുഴപ്പമില്ലാതെ തന്നെ അവനിരുന്നു എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ലൈക്ക് അവൻ അത്യാവശ്യം നല്ലോണം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ആ ടോപ്പ് നമ്മളുടെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന ടോപ്പാണ് കേട്ടോ, റെഡ് കളർ. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ DM ചെയ്താൽ മതി. കുറച്ച് സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ സൈസ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയാം ഗൈസ്. സോ
ഇവരിങ്ങനെ ഡാൻസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇഷാൻ ബേബി ഇവിടെ എന്താ സംഭവം നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവനങ്ങനെ ലൈക്ക് ഒരു കുറേ നേരം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. We've been waiting for so long. We've been waiting for this. അപ്പം എന്തായാലും ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. ലൈക്ക് അവർ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് നമ്മളെ കുഴപ്പമില്ലാതെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തോട്ട് നോക്കിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ 2026 ഗോൾസ് എന്തൊക്കെയാണ്? മീൻസ് ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമും സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ വിഷൻ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാനങ്ങനെ വിഷൻ ബോർഡായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ഐ വോട്ട് മൈ ഗോൾ ഇൻ 2026 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനമാണ് ഗൈസ്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ ഇരിക്കുവാണെങ്കിലും നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് വലിയൊരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വർഷമാണ് 2025. കാരണം നമ്മളെ എന്തൊക്കെ നേടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ അതൊന്നും എവിടെയും എന്ത് നേടിയിട്ടും കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ എല്ലാം നമ്മളൊരു മൈൻഡ് സെറ്റിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ചില കാര്യങ്ങളിപ്പം നമുക്കൊരു 25,000 സാലറി ഉള്ള ജോബാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്കൊരു 1 lakh സാലറി ഉള്ള ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാതെ നമുക്ക് എന്തൊക്കെ കിട്ടിയാലും കാര്യമില്ല ഇത് മനസ്സിലാക്കിയൊരു വർഷമാണ് 2025. അങ്ങനെ നമുക്ക് വീണ്ടും ആലപ്പുഴ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി കുറച്ച് നേരം നടന്ന് ആ സമയത്ത് തന്നെ നമ്മൾ ബേബിക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ബോട്ടിൽ കയറി. പിന്നെ അവർ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പാട്ടും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഉച്ച വരെ ഐ വാസ് ഓക്കെ. ബട്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ സെയിം സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ അല്ലേ. മീൻസ് നമ്മൾ എന്തായാലും വെള്ളത്തിലാണ്. അപ്പോൾ അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ അത് ആസ്വദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ലൈക്ക് വൈകിട്ട് വരെ അത്രമാത്രം ഒരു പീസ്ഫുൾ മൈൻഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി വരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സോ അവർക്കിത് ഭയങ്കരമായിട്ട് വർത്തായിരിക്കും. കാരണം നമ്മൾ പ്രൈവറ്റായിട്ട് ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് അതിൻ്റെ കോസ്റ്റ് വിൽ ബി വെരി മച്ച് ഹൈ കമ്പയർഡ് ടു ദിസ്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തത്തെ വീണ്ടും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആലപ്പുഴ ബീച്ചിൽ പോയിട്ടോ. സോ അവിടുത്തെ ക്ലിപ്പിങ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ നമ്മുടെ ബേബി ഇപ്പോൾ അവന് ഇങ്ങനെ എടുത്ത് നടക്കുന്നത് തീരെ ഇഷ്ടമല്ല. അവൻ്റെ ഇഷ്ടത്തിന് വിടണം. അപ്പോൾ അവനൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് കിട്ടിയിട്ട് അതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഈ ഒരു ഏജ് ഭയങ്കര ക്യൂട്ടാണല്ലേ. ലൈക്ക് അവരിങ്ങനെ നമ്മളെ തിരിച്ചറിഞ്ഞ് പിന്നെ അവർ സംസാരിക്കാറായിട്ടില്ല. ബട്ട് സ്റ്റിൽ ദേ നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലൊരു അടിപൊളി ഏജാണ്. അപ്പം അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ തിരിച്ചും പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ ഭംഗിയുള്ളൊരു പൂ കണ്ടത്. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് എ വീഡിയോ ഓഫ് ദിസ് പൂ. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ബേബീൻ്റെ കൂടെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ബൈ എന്ന് പറഞ്ഞ് പോവാണ് ഗൈസ്. ഇതാണ് PWD റെസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. സോ നമ്മൾ അവിടെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അച്ചു ഇപ്പോൾ ഒരു ബൈ തരുന്നതായിരിക്കും ഗൈസ്. സോ അവൾ ബൈ ഒക്കെ തന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കാറിൽ കയറി. നമ്മുടെ ബേബിക്കൊരു ബോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് അവനെ കുറച്ച് എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ഇവിടുത്തെ ആലപ്പുഴയോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. സോ പോകുന്ന വഴിക്ക് നമ്മൾ കൊച്ചി ടച്ച് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. സോ എനിക്ക് ഈ ലുലു മോളിൻ്റെയൊക്കെ ഈ കൊച്ചിയിലത്തെ റൂട്ടൊക്കെ ചിലത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഇങ്ങനെ മെട്രോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ഞാൻ പണ്ട് കൊച്ചി കാക്കനാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊച്ചി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ലുലു മോളൊക്കെ കണ്ടപ്പോൾ ചുമ്മാ അവിടുത്തെ വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഈ കാണുന്ന പാലത്തിലൂടെയായിരുന്നു സ്ഥിരമായിട്ട് വർക്ക് ചെയ്ത സമയത്ത് നാട്ടിലേക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാരഗൺ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ലഗൂൺ ബിരിയാണി വാങ്ങിച്ചു കഴിച്ചു. ആൻഡ് ദ ടേസ്റ്റ് വാസ് സോ ഗുഡ്. അതിൻ്റെ കൂടെ ഒരു സ്റ്റാർട്ടറും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ക്രിസ്മസിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ലൈക്ക് അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ ബേബി വാസ് സോ മച്ച് ക്യൂരിയസ് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്.
അതിന് ശേഷം അവൻ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. സോ തിരിച്ചു പോകുമ്പോൾ ഇടയ്ക്കൊക്കെ അവന് കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണം എന്ന് പറയും. അപ്പോൾ ബൈ.